ഹലോ നമസ്കാരം. ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളെ കുറിച്ചാണ്. നമുക്കറിയണ്ടേ? ഓക്കെ, നമുക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആറ്റം. ആറ്റത്തിനുള്ളിലെ 3 പാർട്ടിക്കിൾസും അവയുടെ ചാർജും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുക. ആറ്റത്തിൻ്റെ ഉള്ളിലെ 3 പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അവയുടെ ചാർജുകൾ. ദെൻ ഇവയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഒരു ട്യൂബ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബ് ഏതാണെന്ന് അറിയണം. ഡിസ്ചാർജ് ട്യൂബാണ്. ആ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചത് വില്യം ക്രൂക്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? ആ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വില്യം ക്രൂക്സ് ആണ് ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചത്. ദെൻ ഡിസ്ചാർജ് ട്യൂബിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഓർമ്മയുണ്ടാവണം. എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാവുന്നത്? ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലേ? ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, 2 സൈഡിലും ഇലക്ട്രോഡ്സ്. ആ ഇലക്ട്രോഡ്സ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലെ ഇലക്ട്രോഡ് പോസിറ്റീവ് ആണ്, മറ്റേ സൈഡിലെ ഇലക്ട്രോഡ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പറയുന്നു. ഇവ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഡിസ്ചാർജ് ട്യൂബിൻ്റെ സ്ട്രക്ചർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 പോയിന്റ് ഉണ്ട് അവിടെ നിറയ്ക്കുന്ന, അതായത് ആ ട്യൂബിൽ നിറയ്ക്കുന്ന ഗ്യാസ് അല്ലെങ്കിൽ വാതകം ലോ പ്രഷർ അല്ലെങ്കിൽ താഴ്ന്ന മർദ്ദത്തിലുള്ളത് ആയിരിക്കണം. പിന്നെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അഥവാ ഉയർന്ന വോൾട്ടേജിലുള്ളതായിരിക്കണം. ഈ 2 കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കണം. അതിൻ്റെ ട്യൂബിൻ്റെ സ്ട്രക്ചറും ഓർമ്മ വേണം. ആ ട്യൂബിൻ്റെ സ്ട്രക്ചറും ഓർമ്മയിലുണ്ടാവണം. ട്യൂബ് ആരാണ് കണ്ടുപിടിച്ചത്, ഡിസ്ചാർജ് ട്യൂബ് ആരാണ് കണ്ടുപിടിച്ചതെന്നും ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അങ്ങനെ ട്യൂബ് വെച്ചിട്ട് ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആനോഡിൽ ഹോൾ ഇട്ടു. ആനോഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തു. ദെൻ സ്വിച്ച് ഓൺ ആക്കി. അപ്പം കാഥോഡിൽ നിന്നൊരു റേസ് ഫോം ചെയ്തിട്ട് അവിടെ സിങ്ക് സൾഫൈഡിന് ഒരു ഗ്രീൻ ഗ്ലോ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളിവിടെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾ, അതായത് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദ്യം വരാം. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്. കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. മാസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്. ഈ 3 കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, അത് കണ്ടുപിടിച്ചത് ഏത് സന്ദർഭം എന്ത് ഉപയോഗിച്ചിട്ടാണ് എന്നൊരു ചോദ്യം വരാം. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സ്ട്രെയിറ്റ് ലൈനാണ് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാടി വീല് വെച്ചു. പാടി വീല് വെച്ച സമയത്ത് അതിൻ്റെ പുറകിലായി ഷാഡോ അല്ലെങ്കിൽ നിഴലുണ്ടായി. നമുക്കറിയാം, നേർരേഖയിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ ഷാഡോ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലായി, അവിടെ പാടി വീലിന് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത് നേർരേഖയിലായിരിക്കണം. ദെൻ ഈ പാടി വീലിൻ്റെ വീൽസ്, അതായത് പമ്പരത്തിൻ്റെ ഇതളുകൾ അനങ്ങുന്നതായിട്ട് അവർക്ക് കണ്ടു. അനങ്ങണമെങ്കിൽ എന്ത് വേണം? കാഥോഡ് റേസിന് ഒരു മാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചലനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ മാസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ദെൻ ഇതിൻ്റെ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. നെഗറ്റീവും പോസിറ്റീവും ഇലക്ട്രിക് ഫീൽഡ് വെച്ച സമയത്ത് ഈ കാഥോഡ് റേസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. പോസിറ്റീവ് സൈഡിലേക്ക് പോകണമെങ്കിൽ കാഥോഡ് രശ്മികൾക്ക് ഏത് ചാർജ് വേണം? നെഗറ്റീവ് ചാർജ് വേണം അല്ലേ? നമുക്കറിയാം, പോസിറ്റീവും നെഗറ്റീവുമാണ് അട്രാക്ട് ചെയ്യുക. ഒരേ ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് മനസ്സിലായി പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. അപ്പോൾ ഈ 3 കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്, മാസ്, സ്ട്രെയിറ്റ് ലൈന്, പിന്നെ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ദെൻ ഈ ഒരു നെഗറ്റീവ് ചാർജിനെയാണ് ഇലക്ട്രോൺ എന്ന് പേരിട്ടത്. ഇലക്ട്രോൺ ക്ലിയർ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ജെ തോംസൺ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പലതവണയായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ജെ തോംസൺ. അടുത്തതായി നമുക്ക് പ്രോട്ടോണിലേക്ക് പോകാം. പ്രോട്ടോണിനെയും ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടുപിടിച്ചത്. പ്രോട്ടോണിൽ കാഥോഡിൽ ഹോളാണ് ഇട്ടത്. ആനോഡിലെ രശ്മികളെയാണ് പാസ് ചെയ്തത്. അപ്പോൾ ആനോഡിൽ നിന്ന് വരുന്ന രശ്മികളെ കനാൽ റേസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ കനാൽ റേസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് സ്റ്റെയിൻ ആണ്. കനാൽ റേസ് കണ്ടുപിടിച്ചത് ഗോൾഡ് സ്റ്റെയിൻ ആണ്. ഈ പോസിറ്റീവ് ചാർജുള്ളവയെ പ്രോട്ടോൺ എന്ന് പേരിട്ടത് റിദർഫോർഡ് ആണ്. പ്രോട്ടോൺ എന്ന് പേരിട്ടത് റിദർഫോർഡ് ആണ്. കനാൽ റേസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് സ്റ്റെയിൻ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് മാറിപ്പോവാതിരിക്കാൻ നമ്മൾ കനാലിൽ കൂടെ നടക്കുന്ന സമയത്ത് ഗോൾഡ് ഒഴുകി പോകുന്നതായിട്ട് കണ്ടു എന്നൊരു ആലോചിച്ചാൽ മതി. നമ്മൾ കനാലിൽ കൂടെ നടക്കുകയാണ്, അന്നേരം ഒരു ഗോൾഡ്
ഒഴുകി പോകുന്നു. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കനാൽ റേസ് കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. പോസിറ്റീവ് ചാർജുള്ള ഈ കണത്തെ പ്രോട്ടോൺ എന്ന് പേരിട്ടത് റുദർഫോർഡ് ആണ്. ഈ കാര്യം കൃത്യമായിട്ട് ഓർക്കുക പ്രോട്ടോണിൻ്റെ കേസിൽ. ദെൻ ഇലക്ട്രോണിൻ്റെ കേസിൽ ഒന്നും ഓർക്കാല്ല. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക് ആണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ന്യൂട്രോൺ കണ്ടുപിടിച്ച ന്യൂട്രോൺ ചാർജ് ഇല്ല എന്ന കാര്യം ആലോചിക്കണം. ന്യൂട്രോൺ ആറ്റത്തിൻ്റെ ഉള്ളിലൊരു പാർട്ടിക്കിളാണ്, അതിന് ചാർജ് ഇല്ല. അത് കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അതെങ്ങനെ ഓർത്ത് വെക്കാം അല്ലേ? പോസിറ്റീവ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് കിട്ടി, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് കിട്ടി. എനിക്ക് ഒരു ചാർജും കിട്ടാത്തപ്പോൾ തുള്ളി ചാടി എന്ന് ആലോചിക്കാം. ന്യൂട്രോൺ എനിക്ക് ചാർജ് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് സന്തോഷത്തിൽ ചാടി എന്നാലോചിച്ചാൽ അവിടുന്ന് ചാഡ്വിക്, അതായത് ജെയിംസ് ചാഡ്വിക് എന്ന് ഓർത്ത് വെക്കാൻ സാധിക്കും. ദെൻ നമ്മൾ പോകുന്നത് പ്ലം പുഡിംഗ് മോഡലിലേക്കാണ്. പ്ലം പുഡിംഗ് മോഡലിൻ്റെ കാര്യത്തിലും നമ്മൾ അവിടെ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട. ആരാണ് പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത്? ആ മോഡൽ കണ്ടുപിടിച്ച ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആൾ തന്നെയാണ് പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത്. ജെ തോംസൺ. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത്. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അവിടെ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറില്ല, സാധാരണ വരാറില്ല. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണ്. പിന്നെ ജെ തോംസൺ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് E/m വാല്യൂ റേഷ്യോ കണ്ടുപിടിച്ചതും ആരാണ്? ജെ തോംസൺ ആണ്. E/m വാല്യൂ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഇലക്ട്രോൺ, E/m, പിന്നെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണ് അല്ലേ? നമ്മൾ ഒരു പ്ലം കേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ജം എന്ന് പറഞ്ഞ് കഴിക്കും എന്ന് ആലോചിക്കുക അല്ലേ? ഒരു പ്ലം കേക്ക് കിട്ടിയാൽ നമ്മൾ ജം എന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. കഴിച്ചു കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിക്കും അല്ലേ? കഴിച്ച സന്തോഷത്തിൽ എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിക്കുക. അതിൽ നിന്ന് കിട്ടണം എന്താ? പ്ലം പുഡിംഗ് മോഡൽ ജം എന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്ന് ആലോചിക്കുക. എന്ന് പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും E/m വാല്യൂ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം പ്ലം പുഡിംഗ് മോഡൽ ഇത്രയേ ഉള്ളൂ, ആലോചിക്കുക. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണം. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്തത് എന്നാണ് ചോദിക്കില്ല, അതിൻ്റെ ഒബ്സർവേഷൻ ആണ് ചോദിക്കുക. 3 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ കടത്തിവിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഒബ്സർവേഷൻ ചോദിക്കും. അപ്പോൾ കടത്തിവിടുന്ന സമയത്ത് നമുക്കറിയാം ചില പാർട്ടിക്കിൾസ് കടന്നുപോയി അല്ലേ? തുളച്ച് കയറി പോയി, ഈ ഗോൾഡ് ഫോയിലിനെ തുളച്ച് കയറിപ്പോയി. ചിലത് ഡീവിയേറ്റ് ആയിട്ട് പോന്നു, ചിലത് കറക്റ്റ് ആ പോയ വഴിക്ക് തന്നെ തിരിച്ച് വരികയാണ് ചെയ്തത്. ഈ 3 ഒബ്സർവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ പിക്ചർ നോക്കിയാൽ, ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചിലത് തുളച്ച് കയറിപ്പോയി, ചിലത് ഡീവിയേറ്റ് ആയി, ചിലത് പോയ വഴിക്ക് തന്നെ തിരിച്ച് ഡയറക്റ്റായിട്ട് തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം എത്തിയിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹം എത്തിയിട്ടുള്ള പോയിന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ആ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ചോദിച്ചാൽ 3 കാര്യം ഏതാ? ചിലത് തുളച്ച് കയറിപ്പോയി, ചിലത് ഡീവിയേറ്റ് ആയി, ചില പാർട്ടിക്കിൾസ് ചിലത് പോയ വഴിക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ആയിട്ട് വരികയാണ് ഉണ്ടായത്. ദെൻ അതിൻ്റെ ഒബ്സർവേഷൻ അതാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഷനിലേക്ക് എത്തിയ ഒരു 4 കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതിൻ്റെ സെൻറ്റർ അല്ലേ? ഒരു ആറ്റത്തിന് ഒരു സെൻറ്റർ പോർഷൻ ഉണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു പോർഷൻ ഉണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് ചാർജ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലം എവിടെയാണ്? സെൻറ്ററിലാണ്. ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ പറഞ്ഞു ആറ്റത്തിൻ്റെ ഉള്ളിലെ ആറ്റത്തേക്കാൾ ചെറുതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു അല്ലേ? നമ്മളെ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ ഉള്ളിലാവണമെങ്കിൽ ആ വസ്തുവിനെക്കാട്ടി ചെറുതായിരിക്കണമല്ലോ. അത് ആറ്റത്തിനേക്കാൾ ചെറുതാണ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസ് ആണെന്നുള്ളതാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്ന് പറഞ്ഞു. ആറ്റത്തേക്കാൾ ചെറുതാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ഇലക്ട്രോൺസ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടെ ശക്തമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായിട്ട് മൂവ് ചെയ്യുകയാണ് എന്നത്, റിവോൾവിംഗ് ആൻഡ് അറൗണ്ട് അല്ലേ? ശക്തമായിട്ട് ഒരു സർക്കുലർ പാത്തിലൂടെ, അതായത് ഓർബിറ്റിലൂടെ ഇലക്ട്രോൺസ് ശക്തമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 4 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആലോചിക്കണം. ആറ്റത്തിൻ്റെ സെൻറ്റർ ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്ന് പറഞ്ഞു. ആറ്റത്തേക്കാൾ ചെറുതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ദെൻ ഇലക്ട്രോൺസ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടി റൗണ്ട് ചെയ്യുകയാണ് അല്ലേ? സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞു. ദെൻ അടുത്തത് അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ ഒരു ഡീമെറിറ്റ്സ് പറഞ്ഞു, അതായത് പരിമിതി. അതായത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ ഇലക്ട്രോൺസ് ശക്തമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ലോസ് ആവുകയും
ദെൻ അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതുമല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ഏറ്റവും വലിയ ഡീമെറിറ്റ്സ്. അതായത് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടി ഈ ഇലക്ട്രോൺസ് ശക്തമായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഇങ്ങനെ ശക്തമായി മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് സംഭവിച്ചിട്ട് അത് അവസാനം ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം അവിടെ നിന്ന് അതിനെല്ലാം ഉത്തരം എന്ന രീതിയിലാണ് ആര്, നീൽസ് ബോർ മോഡൽ ആറ്റം കണ്ടുപിടിച്ചത്. നീൽസിൻ്റെ ബോർ മോഡൽ ആറ്റം അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്. നീൽസിൻ്റെ ബോർ മോഡൽ ആറ്റത്തിലെ ആ പോയിന്റ്സ്, ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ഉത്തരം എങ്ങനെയാണ് കൊടുത്തത് അല്ലേ, ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ കൂടെ മാത്രമാണ് എന്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയുള്ളൂ എന്നൊരു ഉത്തരം കൊടുത്തു. അവിടെ എനർജി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എനർജി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും അവിടെ എനർജി, ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടുകയാണ്. പിന്നെ ഷെല്ലിന് പ്രത്യേക നമ്പർ കൊടുത്തു, 1 2 3 4 അല്ലെങ്കിൽ KLM എന്ന് നമ്പർ കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചതാണ്. അപ്പോൾ ഈ പോയിന്റ്സുകളൊന്നും വിട്ടുപോകാതെ ഇത് കൃത്യമായിട്ട് പഠിക്കണം. നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, റിദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതെന്ന് ആലോചിക്കണം. റിദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് ഏതാ വെച്ചാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഒബ്സർവേഷൻ, കൺക്ലൂഷൻസ്, പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സും ഓർത്ത് വെക്കണം. ദെൻ നീൽസ് ബോർ മോഡൽ ആറ്റത്തിലെ ആ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത 4-5 പോയിന്റ്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മേലെ ആണ് മാസ് നമ്പർ നമ്മൾ എഴുതാം. മാസ് നമ്പർ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആയിരിക്കും. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, എക്സ് എന്നൊരു എലമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ വശത്താണ് മാസ് നമ്പർ എഴുതുക, അത് എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതിൻ്റെ താഴ്ഭാഗത്താണ് അറ്റോമിക് നമ്പർ എഴുതുക, അത് സെഡ് കൊണ്ടാണ് പറയുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എല്ലാം മാറിപ്പോവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഒരു എലമെൻറ്റ് തന്നിട്ട് ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണ്, മാസ് നമ്പർ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. അപ്പം മേലെ മാസ് നമ്പർ എന്ന രീതിയിൽ തന്നെ ആലോചിക്കാം. മേലെയാണ് മാസ് നമ്പർ, അത് എ കൊണ്ട് സൂചിപ്പിക്കുന്നു. താഴെയാണ് അറ്റോമിക് നമ്പർ, അത് ഇസഡ് കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ദെൻ ഈ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായിരിക്കുക അല്ലേ. നമ്മളൊരു ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നടുക്കുള്ള സെൻറ്റർ പോർഷനാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ഉണ്ടാവുക, ന്യൂട്രോണും ഉണ്ടാവുക. അതിൻ്റെ ചുറ്റുമുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റലിലായിരിക്കും ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുക. അത് മാറിപ്പോവരുത്. എന്താ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏതാണ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ചാർജും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺസ് എവിടെയാണ്? ഇലക്ട്രോൺസ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലായിരിക്കും ഉണ്ടാവുക. ആ കാര്യം ഓർത്ത് വെക്കണം. അറ്റോമിക് നമ്പർ താഴെയാണ്, മാസ് നമ്പർ മേലെ, മാസ് മേലെ എന്ന രീതിയിൽ ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്തത് അതിനുള്ള ഡെഫിനിഷൻ ഉണ്ട്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത്, മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത്, ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് അറ്റോമിക് നമ്പർ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും അവിടെയുള്ള ന്യൂട്രോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെയായിരിക്കും അതിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും. ഒരു ആറ്റത്തിൽ ഇപ്പോൾ 5 പ്രോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും 5 ഇലക്ട്രോൺ തന്നെയായിരിക്കും ഉണ്ടാവുക. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതായത് വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. രണ്ടും ഒരേ തുല്യമായിരിക്കും. പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജുമായിരിക്കും ആറ്റത്തിന് ഉണ്ടായിരിക്കുക. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം. പോസിറ്റീവ് ചാർജ് എത്രയുണ്ട് അത്ര തന്നെ നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? ഇപ്പോൾ ഒരു 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ അറ്റോമിക് നമ്പറും 10 തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ. ഒരു ആറ്റം തന്നിട്ട് അതിനകത്ത് പ്രോട്ടോൺ 10 ഉണ്ട്, പ്രോട്ടോണിൻ്റെ എണ്ണം 10 ആണ് എന്ന് ചോദിച്ചു, 10 ആണെന്ന് തന്നു. അറ്റോമിക് നമ്പർ എത്രയാണ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ 10 തന്നെയാണ്. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം, അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണവും. അത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അറ്റോമിക് നമ്പർ താഴെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്നും ആലോചിക്കുക.
ദെൻ മാസ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂട്ടുന്നതാണ് മാസ് നമ്പർ. പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടി എഴുതുന്നതാണ് മാസ് നമ്പർ. മേലെയാണ് മാസ് നമ്പർ, അവിടെ പ്രോട്ടോൺ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കൂട്ടി എഴുതുന്നതാണ് മാസ് നമ്പർ. നേരത്തെ ആറ്റോമിക് നമ്പർ പറഞ്ഞത് കൂട്ടി എഴുതാനല്ല കേട്ടോ. എത്ര ഇലക്ട്രോൺ ഉണ്ട് അത്ര തന്നെയായിരിക്കും പ്രോട്ടോണിൻ്റെ എണ്ണം ഉണ്ടാവുക, അത് തന്നെയാണ് ആറ്റോമിക് നമ്പറും. ഇവിടുത്തെ കേസിൽ മാസ് നമ്പറിൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കൊടുക്കുക. മേലെയുള്ള മാസ് നമ്പറിൽ നിന്ന് താഴെയുള്ള അറ്റോമിക് നമ്പർ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. ഈ ഒരു 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൺഫ്യൂഷൻ ആവരുത്. ദെൻ ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചോദിക്കും. ഒരു എലമെൻറ്റ് തന്നിട്ട് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. അപ്പം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 N. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയാം 2, 8, 1 അല്ലേ? 10 എന്ന് പറയുമ്പോൾ 2, 8, 1. അതിന് മുന്നേ നമ്മൾക്ക് ബോർ മോഡല് ഷെല്ലുകൾക്ക് പേര് കൊടുത്തു അല്ലേ? എത്ര? 1, 2, 3, 4 എന്ന് ഷെല്ലുകൾക്ക് പേര് കൊടുത്തു. KLM N അല്ലേ? KLM. Kയിൽ 2 ഇലക്ട്രോൺ കൊള്ളും. Lൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്ന പറഞ്ഞാൽ 8, Mൽ 18, Nൽ 32. ക്ലിയർ? ഇത് നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചതാണ്. Kയിൽ 2 ഇലക്ട്രോൺ ആണ് കൊള്ളുന്നത്, Lൽ 8 ഇലക്ട്രോൺ ആണ്, Mൽ 18 ഇലക്ട്രോൺ ആണ്, Nൽ 32 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. അപ്പം ഇവിടെ സോഡിയത്തിൻ്റെ കേസിൽ സോഡിയത്തിന് 11 അറ്റോമിക് നമ്പർ. അപ്പോൾ Kയിൽ 2 കൊള്ളും, Lൽ 8 കൊള്ളും, 8. അപ്പോൾ ബാക്കിയുള്ള 1 Mലേക്ക് കൊടുത്തു. ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഒരു ആറ്റത്തിൻ്റെ പിക്ചർ വരയ്ക്കുക. നടുക്ക് എന്താണ്? ന്യൂക്ലിയസ്. അതിന് ചുറ്റും ഓർബിറ്റ്. ഏതൊക്കെ ഓർബിറ്റിലാണ്? KLM. ഇത്രയാണ് ആകെ N-നുള്ളൂ അല്ലേ? 2, 8, 1. 3 ഷെല്ലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ Kയിൽ എത്രയുണ്ട്? 2. ആ 2 ഇവിടെ വരയ്ക്കുക. Lൽ എത്ര? 8 ഇവിടെ നോക്കിയിട്ട് വരയ്ക്കുക. ദെൻ 1 ഇവിടെ വരയ്ക്കുക. ഇങ്ങനെയാണ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അറ്റോമിക് നമ്പർ മാറിപ്പോവരുത്, മാസ് നമ്പർ എവിടെ എഴുതുന്നത് മാറിപ്പോവരുത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും തുല്യമാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനും തുല്യമാണ്. മാസ് നമ്പർ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് എന്ത്? മാസ് നമ്പർ. ക്ലിയർ? ദെൻ ഐസോട്ടോപ്പാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറെ. ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറുമുള്ള എലമെൻറ്റ്സ് കേട്ടോ. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും ഐസോട്ടോപ്പ്. അതും ഐസോട്ടോപ്പും ഉണ്ട്, ഐസോബാറുണ്ട്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഐസോട്ടോപ്പിൽ സെയിം അറ്റോമിക് നമ്പർ ആണ്, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. ഇതൊക്കെ കൺഫ്യൂഷൻ ആവുന്ന ഏരിയ ആണ്. അതപ്പോൾ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ദെൻ കാർബൺ 14 ഐസോട്ടോപ്പിൻ്റെ യൂസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അല്ലേ? ഫോസിൽസിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ്. കാർബൺ 14 ഐസോട്ടോപ്പിൻ്റെ യൂസ് അതിനാണ് ഫോസിൽസിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുക അല്ലേ? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3, 4, 5 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഐസോട്ടോപ്പ് 3, 4 ഐസോട്ടോപ്പും അതിൻ്റെ യൂസസും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 2 മാർക്കിന് ചോദിക്കാം. 2 ഐസോട്ടോപ്പും അതിൻ്റെ യൂസസും എഴുതാൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഏറ്റവും സിമ്പിളായിട്ടൊരു 3, 4 നിങ്ങളതിൽ പഠിച്ചു വെക്കണം. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണെന്ന കാര്യം ആലോചിക്കണം. ദെൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് ഐസോബാർ. ഐസോബാർ എന്ന് വെച്ചാൽ എന്താ? അവിടെ നേരെ തിരിച്ച്, ഐസോട്ടോപ്പിൻ്റെ തിരിച്ചാണ് ഐസോബാർ. ഐസോബാറിൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. സെയിം മാസ് നമ്പർ, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും ഐസോബാറിന് അല്ലേ? നമ്മൾ ബാർ കയറുന്ന ആൾക്കാർ തിരിച്ചിറങ്ങി വരുമ്പം നല്ല മാസോടെ, സെയിം മാസോടെ ഇറങ്ങി വരിക എന്ന് ആലോചിക്കുക അല്ലേ? ബാറിലേക്ക് കയറി പോകുമ്പം അത്ര മാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആര് ബാർ കയറിയാലും അത് തിരിച്ചിറങ്ങി വന്നാൽ നല്ല സെയിം മാസോടെയാണ് തിരിച്ചു വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസാണ്, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറാണ്. 3, 4 എലമെൻറ്റ്സിനെ നിങ്ങൾക്ക് തരും. എന്നിട്ട് ചോദിക്കും ഇതിലെ ഏതൊക്കെയാണ് ഐസോട്ടോപ്പിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഐസോബാറിന് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്കത് മാസ് നമ്പർ തുല്യമായത് ഐസോബാറാണ്. മാസ് നമ്പർ തുല്യമായത് ഐസോബാറാണ്. അറ്റോമിക് നമ്പർ തുല്യമായത് ഐസോടോപ്പാണ്. അത് എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുക അല്ലേ? മേലെ മാസ് നമ്പറാണ്, താഴെ അറ്റോമിക് നമ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐസോബാറും ഐസോടോപ്പും ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എക്സാമിന് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആറ്റത്തിൻ്റെ 3 പാർട്ടിക്കിൾസിനെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചതും അതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാനുള്ള സന്ദർഭങ്ങൾ ഇതറിഞ്ഞിരിക്കണം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്, കനാൽ റേസ് കണ്ടുപിടിച്ചത് ആരാണ്, ഇലക്ട്രോൺ, E/m വാല്യൂ, പ്ലം പുഡിംഗ് മോഡൽ, ഇത് 3ഉം കണ്ടുപിടിച്ചത് ആരാണ്, J.J. തോംസൺ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. കനാൽ റേസ് ഗോൾഡ് സ്റ്റെയിൻ ആണ്. നമ്മൾ പറഞ്ഞു കനാൽ കൂടെ നടക്കുന്ന സമയത്ത് ഗോൾഡ് ഒഴുകി പോകുന്നത് കണ്ടു എന്ന് ആലോചിച്ചാൽ കനാൽ റേസ് ഗോൾഡ് സ്റ്റെയിൻ. പിന്നെ റദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ മോഡലിന് പറയുന്ന പേരാണ്, എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്, പറയാൻ വിട്ടുപോയതാണ്. ഗോൾഡ് ഫോയിലിൻ്റെ മോഡലിന് പറയുന്നതാണ് പ്ലാനിറ്ററി മോഡൽ, സൗരയുദ്ധ മാതൃക എന്നാണ്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് പറയുന്ന പേരാണ് പ്ലാനിറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയുദ്ധ മാതൃക. റുദർഫോർഡ് പ്ലാനിറ്ററി മോഡലാണ്, മറന്നു പോകരുത്. പ്ലം പുഡിംഗ് മോഡൽ J.J. തോംസൺ ആണ്. ലെതർ ചെരുപ്പ് വാങ്ങാൻ പ്ലാൻ ഇട്ടു എന്നാലോചിക്കുക അല്ലേ. നമ്മൾ ലെതർ ചെരുപ്പ് അത്യാവശ്യം പൈസ തന്നെയാണ്. അപ്പോൾ ലെതർ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടു എന്ന് ആലോചിച്ചാൽ റുദർഫോർഡ് പ്ലാനിറ്ററി മോഡലാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ ഒരു പോയിന്റ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സേ കൃത്യമായിട്ട് പറയുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ച് വിജയം കൈവരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.